പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ബോധ പ്രിയങ്കരായ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെയും UDF-ന്റെയും സമാരാധ്യരായ എല്ലാ നേതാക്കൾക്കുമായി ഈ വേദി വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു വാക്കുകൂടി, നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ അങ്ങാടിക്കടവ്, കരിക്കോട്ടുകരി, കൂമൻതോട്, വലിയ പറമ്പങ്കരി, മുണ്ടയാമ്പറമ്പ്, എടപ്പുഴ, ഈന്തുകരി എല്ലാവരും എനിക്ക് തോന്നുന്നു 8 വാർഡുകളിലുള്ള ആളുകളുണ്ടെങ്കിൽ അവിടെ ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ്. ഇവിടെ ജെയിംസ് ടി മാത്യുവും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികളാണ്. ഞങ്ങൾ രണ്ടുപേരെയും വ്യക്തിപരമായി ഞാൻ ജെയിംസിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും എല്ലാ ആളുകളെയും നേരിട്ട് കാണാൻ സാധിക്കില്ല. 8 വാർഡുകൾ, 15,000 ആളുകൾ, 4000-ഓളം വീടുകൾ എന്തായാലും അസാധ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും മണ്ഡലം കമ്മിറ്റിയുടെ ചുമതലയുള്ളവരായിരുന്നു. ഇലക്ഷൻ പ്രചരണ രംഗത്തേക്ക് കടന്നു വന്നേയുള്ളൂ. എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. ജയ് കോൺഗ്രസ്. അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥികൾ, ഈ പൊതുപരിപാടി വീക്ഷിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, വ്യാപാരി സുഹൃത്തുക്കൾ, ഓട്ടോ ടാക്സി തൊഴിലാളി സുഹൃത്തുക്കൾ, അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിനും പിന്തുണ നൽകി പ്രാർത്ഥന നൽകിക്കൊണ്ട് കൂടെ ചേർന്ന് നിൽക്കുന്ന നല്ലവരായ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു ഐക്യജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിന് കൈപ്പത്തി അടയാളത്തിലും ഓട്ടോ അടയാളത്തിലും മത്സരിക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന ദൃഢമായ തീരുമാനമെടുത്തുകൊണ്ട് ഈ നാടും ഗ്രാമപ്രദേശങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മുന്നോട്ടുള്ള യാത്രയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. 2026-ൽ UDF-ന്റെ സർക്കാർ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും അധികാരത്തിൽ വരുമ്പോൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് വലിയ മുന്നേറ്റത്തോടുകൂടി, തിളക്കമാർന്ന വിജയത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളുമൊക്കെ കണ്ടുവളർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണ സംവിധാനം, രാജീവ് ഗാന്ധി കണ്ടിരുന്ന പഞ്ചായത്ത് രാജ് സ്വപ്നം, ഗ്രാമങ്ങളിൽ, വാർഡുകളിൽ ആ പ്രാദേശികമായിരിക്കുന്ന ഘടകങ്ങളെ, പ്രാദേശികമായിരിക്കുന്ന പ്രദേശങ്ങളിലെ ആവശ്യമനുസരിച്ച് പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സംവിധാനത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം വരെ ആ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ തന്നെയാണ് സംവിധാനം തുടർന്നു പോന്നിരുന്നത്. ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം എടുത്തു മാറ്റിയത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമങ്ങളിലേക്ക്, വാർഡുകളിലേക്ക് ജനങ്ങൾ തീരുമാനിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ജനങ്ങളിലേക്ക് നൽകിയിരുന്ന അധികാരം തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. എങ്ങനെയാ തിരിച്ചെടുത്തത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം വരെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടാകും, അല്ലേ? മുതിർന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. അന്ന് ഗ്രാമസഭകളിലേക്ക് അപേക്ഷകൾ വരും. വീടുകൾക്കാകട്ടെ, പശുവിന്റെ തൊഴുത്തിനാവട്ടെ, പശുക്കിടാങ്ങളാവട്ടെ, കോഴിക്കൂട് നിർമ്മിക്കുന്നതിനും ആട്ടിൻകൂട് നിർമ്മിക്കുന്നതിനും ആട്ടിൻകുട്ടികളെ കിട്ടുന്നതിനും കൃഷി ആവശ്യത്തിനും കുടിവെള്ളവും ജലസേചനവും അങ്ങനെ തുടങ്ങി എല്ലാ ആവശ്യങ്ങളുടെയും ആ ആവശ്യങ്ങൾ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിളിച്ചു കൂട്ടുന്ന ഗ്രാമസഭയിലാണ്. അങ്ങനെയായിരുന്നില്ലേ ചേച്ചി? ആ ഗ്രാമസഭയിൽ വീടുകളുടെ അപേക്ഷ വരും. മെമ്പറാണോ ഗ്രാമസഭയിൽ അപേക്ഷ തയ്യാറാക്കുന്നത്, തീരുമാനമെടുക്കുന്നത്? ആരാ എടുക്കുന്നത്? നമ്മൾ ജനങ്ങളാണ്. ആ വാർഡിലെ വോട്ടർമാരായ നമ്മൾ ഗ്രാമസഭയിൽ വന്നിരിക്കുമ്പോൾ ക്യാൻസർ ബാധിതയായ അമ്മ
അപേക്ഷിക്കും, അവർക്ക് ഒന്നാമത്തെ നമ്പർ. വിധവയായി ഹോട്ടൽ പണിക്ക് പോകുന്ന അമ്മ, 3 പെൺകുട്ടികളാണ്, ഇടിഞ്ഞു വിളിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി, വീട് വേണം, രണ്ടാമത്തെ നമ്പർ. മൂന്നാമത്തെ നമ്പർ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അപേക്ഷ കൊടുക്കും. പൊതുപ്രവർത്തകർ 2-3 ആളുകൾ, കോൺഗ്രസോ CPM പ്രാദേശികമായിട്ടുള്ള പാർട്ടികളിലെ 3 പേര് ഇരിക്കും, മെമ്പർ ഇരിക്കും, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇരിക്കും. മാർക്കിട്ടതിന്റെ ലിസ്റ്റ് പഞ്ചായത്ത് മെമ്പർ വായിക്കും. ആ ലിസ്റ്റ് ഗ്രാമസഭ അംഗീകരിക്കും. ആരെ തീരുമാനമെടുക്കുന്നത്? ഗ്രാമസഭ തീരുമാനമെടുക്കും. 15-16 വാർഡുകളുള്ള വാർഡുകളിൽ നിന്നെല്ലാം അപേക്ഷ സമാനമായ രീതിയിൽ പഞ്ചായത്തിലേക്കും ഭരണസമിതി തീരുമാനമെടുത്ത് ആദ്യഘട്ടം വീട് കൊടുക്കുന്നത് ഒന്നാമത്തെ നമ്പറുകാരന്, രണ്ടാമത് വീട് കൊടുക്കുന്നത് രണ്ടാമത്തെ നമ്പറുകാരന്. മൂന്നാമത്തെ നമ്പർ എടുക്കുമ്പോൾ പറയും അത് പട്ടികജാതി വിഭാഗത്തിൽ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ഒരു സ്ത്രീയാണ്, അത് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ വീട് കൊടുക്കാം, അല്ലേ? അപ്പൊ നാലാമത്തെ നമ്പറുകാരന് മൂന്നാമത് തന്നെ IAY ഭവന പദ്ധതി കോൺഗ്രസ് നടപ്പിലാക്കിയ ഇന്ദിരാ ആവാസ് യോജനയിലൂടെ വീട് കിട്ടുമായിരുന്നു. ഈ അധികാരം എടുത്തു കളഞ്ഞു ഇന്ന് സർക്കാർ. തിരുവനന്തപുരത്ത് നിന്ന് സർക്കാർ ഉത്തരവ് കൊടുക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പഞ്ചായത്തിനുള്ള അധികാരം ആ ദേശത്തിനനുസരിച്ച് പദ്ധതി ഉണ്ടാക്കാൻ. അവിടെ എത്ര ആളുകൾക്കാണോ വീടിന് ആവശ്യം അതിനുള്ള ഫണ്ട് മാറ്റി വെക്കുക. അവിടെയുള്ള കർഷകർക്ക് എത്രയാണോ ഫണ്ട് ആവശ്യം അതിന് മാറ്റി വെക്കുക. അങ്ങനെ ആ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ആ ദേശത്തിനനുസരിച്ച് പദ്ധതി വെച്ചിരുന്ന പഞ്ചായത്തുകളുടെ അധികാരം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് സർക്കുലർ അയച്ച് പഞ്ചായത്ത് ഇത്ര വീട് കൊടുത്തിരിക്കണം, ഇത്ര ആളുകൾക്ക് വേണം, അതിന്റെ ലിസ്റ്റ് എവിടെ നിന്ന് ചോദിക്കുമ്പോൾ പറയും അത് കളക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥരുണ്ടാക്കി. ആ ഉദ്യോഗസ്ഥർ വീടിന് മുൻപിൽ ചെല്ലുമ്പോൾ പ്രായമായ അപ്പനും അമ്മയും താമസിക്കുന്നു. 2 ആൺമക്കൾ വിവാഹം കഴിഞ്ഞ് അവർ കുടുംബങ്ങളായി അവരുടെ മക്കളെ കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്നു. ഒരു റേഷൻ കാർഡിലായിരിക്കും അവരുടെ പേര്. ഉദ്യോഗസ്ഥർ പറയും, സർക്കാർ പറയും പുതിയ വീട് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. പുതിയ വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡ് വേണം. പഞ്ചായത്ത് പുതിയ വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡ് ഉണ്ടാക്കണമെങ്കിൽ വീട് വേണം. വീട് വെക്കണമെങ്കിൽ പഞ്ചായത്തിന് ഫണ്ട് കിട്ടണം. ആ വീട്ടിനപ്പുറമുണ്ടെങ്കിലേ റേഷൻ കാർഡ് കിട്ടുള്ളൂ. സർക്കാർ ഈ പാവങ്ങളെ പറ്റിക്കുക. എന്നിട്ട് ഒരു കുടുംബമായി, നിങ്ങളൊരു കുടുംബമാണ്, ആ വീട്ടിൽ 2 ആൺമക്കൾക്ക് ഒരു വീട് വേണമെന്ന് അപേക്ഷ കൊടുക്കും, പറയാ നിങ്ങൾ പുതിയ റേഷൻ കാർഡായിട്ട് വരൂ. റേഷൻ കാർഡ് ഉണ്ടാക്കണേ വീട്ടു നമ്പർ വേണം. വീട്ടു നമ്പർ കിട്ടണമെങ്കിൽ വീട് വേണം. ഈ പാവങ്ങളെ വിധികളാക്കുന്ന രീതിയിലേക്ക് സർക്കാർ മുന്നോട്ട് പോവുക. എല്ലാത്തിനും വില വർദ്ധിപ്പിച്ചു. വീട്ടുനികുതി, ഭൂനികുതി, വെള്ളക്കരം, പിന്നെ എന്തൊക്കെയാ പ്രശ്നം കൂട്ടിയത്? ഫർണിച്ച്, പിന്നെ വൈദ്യുതി ചാർജ്, വെള്ളക്കരം, പലചരക്ക് സാധനങ്ങളുടെ വർദ്ധിച്ച വില, ഇതെല്ലാം കൂട്ടിയ സർക്കാർ ഈ നാട്ടില് വേണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണക്കാരൻ ഒറ്റ സ്വരത്തിൽ ഒരുമിച്ച് പറയുന്നു, ഈ നാട്ടിന് ഗുണമില്ലാത്ത രീതിയിൽ ഈ കടക്കണ്ണിയിലേക്ക് തള്ളിവിട്ട സർക്കാർ ഈ കേരളത്തിന് വേണ്ട. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പെൻഷൻ വാങ്ങുന്ന അമ്മമാർ, ഞാൻ കഴിഞ്ഞ ദിവസം മുഴക്കുന്ന പഞ്ചായത്ത്, അടുത്തല്ലേ മുഴക്കുന്ന പഞ്ചായത്തിൽ പരിപാടിക്ക് പോയി. അങ്ങനെ ഞാനൊരു വീട്ടിൽ കുടുംബയോഗം കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുക. അപ്പൊ 2 വീട് അപ്പുറത്തുനിന്ന് ഒരു അമ്മ എന്നെ കൈ കാണിച്ച് വിളിച്ചു. അപ്പൊ ഞാൻ പോയി ചെന്നപ്പോ അമ്മ പറഞ്ഞു, ആരൊക്കെയോ പറയുന്നത് കേട്ടു ഇവിടെ കുടുംബയോഗത്തിൽ മഞ്ജു വാര്യരേക്കാൾ സുന്ദരിയായ രമ്യ ഹരിദാസ് വരുന്നുണ്ട്, കാണാൻ വേണ്ടി നിൽക്കുക. എനിക്ക് വലിയ സന്തോഷം. ഞാൻ ചെന്ന് അടുത്തെത്തി സംസാരിച്ചപ്പോൾ അമ്മ പറയാം, ഞാൻ നിങ്ങളെ പാർട്ടി ഒന്നുമല്ല, ഇതുവരെ നിങ്ങളെ പാർട്ടിക്ക് വോട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇത്തവണ കൈപ്പത്തി ഇടയാളത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഞെട്ടി. അമ്മ പറഞ്ഞത് ഞാൻ കേട്ടത് തെറ്റിയാണോ? അല്ല. അമ്മ പറഞ്ഞു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എന്റെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ എനിക്ക് വിധവാ പെൻഷൻ കിട്ടി. വിധവാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് 60 വയസ്സ് പൂർത്തിയായപ്പോൾ എനിക്ക് വാർദ്ധക്യകാല പെൻഷനും കിട്ടി. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ
ഞങ്ങൾ പാവങ്ങളോട് അവർ പറയാ, നിങ്ങൾ അങ്ങനെ ഈ പെൻഷൻ 1ഉം 2ഉം പെൻഷനൊന്നും വാങ്ങി അങ്ങനെ സുഖിക്കേണ്ട, നിങ്ങൾക്ക് ഒറ്റ പെൻഷൻ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്റെ പെൻഷൻ കട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയുന്നു, കോൺഗ്രസ് വരണം, UDF വരണം, എന്റെ വോട്ട് കോൺഗ്രസിനാണ്, ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരമ്മ പറയുന്നു. എന്നിട്ട് ഇതും കൂടി പറഞ്ഞു, ഈ അടുത്ത ദിവസം 400 രൂപ കൊണ്ടു തന്നു. പെൻഷൻ എന്താ പ്രഖ്യാപിച്ചു, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ 1 മാസം മുൻപ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ അമ്മ പറയാ, 4.5 വർഷം മുൻപ് ഈ സർക്കാർ അധികാരത്തിലേറാൻ പ്രകടന പത്രികയുമായി വീടുകളിലേക്ക്, നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് വന്നപ്പോൾ അവര് അതിനകത്ത് എഴുതി വെച്ചു 2500 രൂപ പെൻഷൻ തരാം. അത് തന്നെയല്ലേ ഈ അമ്മ പറയാ, ആദ്യത്തെ 1 കൊല്ലം അധികാരത്തിൽ വന്നപ്പോ ആദ്യത്തെ 1 കൊല്ലം കാത്തുനിന്നു, ഇത് കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. 2ാമത്തെ കൊല്ലം അമ്മ വലിയ പ്രതീക്ഷയോട് കാത്തുനിന്നു, കിട്ടിയില്ല. 3ാമത്തെ കൊല്ലവും 4ാമത്തെ കൊല്ലവും കിട്ടിയില്ല. 4.5 വർഷം കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ 400 രൂപ കൊണ്ടു തന്നു. ഞങ്ങളെ ഇനിയും വിഡ്ഢികളാക്കാൻ കഴിയില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് UDFന്റെ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ തിരിച്ചു വരണം, കാരുണ്യ പദ്ധതി തിരിച്ചു വരണം, കേൾവിശക്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയിലൂടെ കേൾവിശക്തി കൊടുത്ത് സംസാരശേഷി തിരിച്ചു കൊടുത്ത പദ്ധതി വരണം, ആശ്രയ പദ്ധതി വരണം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഫണ്ടുകൾ തൊഴിൽ കിട്ടുന്നതോടൊപ്പം പഞ്ചായത്തുകളിലേക്ക് ആസ്തികൾ നിർമ്മിച്ചെടുക്കുവാൻ പറ്റുന്ന സംവിധാനം തിരികെ വരണമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ വീടുകളിലെ അമ്മമാര് പോലും പറയുന്ന സാഹചര്യമാണ്. വീട് കയറുമ്പോൾ പറയണം, കൈപിടിച്ച് പറയണം, ആ സുവർണ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ തിരിച്ചു കൊണ്ടുവരാൻ 2026 UDF അധികാരത്തിൽ വരും. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം വിശ്വാസികളാണ്. നമ്മൾക്കൊക്കെ ഇഷ്ടമുള്ള മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആചാരങ്ങളിൽ നമ്മൾ മുറുകെ പിടിക്കുന്നു, അല്ലേ? ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് ഇന്ത്യ രാജ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരന്റെ തോക്കിനും പീരങ്കിപ്പടയ്ക്കും മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്ത അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാചകമുണ്ട്, വൈവിധ്യം നിറഞ്ഞ നാടാണ് ഇന്ത്യ രാജ്യം. വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നു, വ്യത്യസ്തമായ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിക്കുന്നു. ആ വൈവിധ്യം നിറഞ്ഞ സിഖുകാരനും ജൈനകാരനും ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിന് വേണ്ടത് ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടന മതേതരത്വ ജനാധിപത്യം മുറുകെ പിടിക്കുന്ന ഭരണഘടനയായിരിക്കണമെന്ന് തീരുമാനമെടുത്ത പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധിജിയും നെഹ്റുവും മോത്തിലാൽ നെഹ്റുവും ഈ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നേടിയ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഒരു ഭരണഘടന നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ BR അംബേദ്കറിനെ ചുമതലപ്പെടുത്തി 9ഓളം രാജ്യങ്ങളിലെ ഭരണഘടന പഠിച്ച ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യം നിറഞ്ഞ ഈ സംസ്കാരമുള്ള ഈ രാജ്യത്തിന് വേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി എന്റെയും നിങ്ങളുടെയും വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ, ഇഷ്ടമുള്ള ഇടങ്ങളിൽ സഞ്ചരിക്കുവാൻ, ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ട് 18ാം വയസ്സിൽ വോട്ടവകാശം നമുക്ക് ഇന്ന് സാധ്യമാക്കുന്ന രീതിയിലേക്ക് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുള്ള ഇന്ത്യയുടെ അടിത്തറ, ജനാധിപത്യത്തിന്റെ അടിത്തറയിട്ട് കോൺഗ്രസ് നടപ്പിലാക്കിയ ഭരണഘടന അനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുന്നു. ആ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സുന്ദരമായിട്ട് ക്രിസ്മസും ഓണവും പെരുന്നാളും ഒരുമിച്ച് ആഘോഷിക്കുന്നു. പല നിറങ്ങളിൽ, പല പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ. അനവധിയാം മതങ്ങൾ പോകും അരുമ പൂങ്കാവ് ഇന്ത്യ, അരുമ പൂങ്കാവ്. ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ വിവിധ ഭാഷകൾ മൊഴിഞ്ഞു വാഴുന്നു, ജനം മൊഴിഞ്ഞു വാഴുന്നു. ആ സുന്ദരമായ നാട്, പല മതങ്ങളിൽ എല്ലാവരുടെ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുവാൻ പഠിപ്പിച്ച നാടാണ് നമ്മുടെ നാട്. ഞാൻ ജനിച്ചു വളർന്നത് സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന അമ്മൂമ്മയെ കണ്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഭസ്മം തൊട്ടിരിക്കുന്ന അമ്മൂമ്മ പറയും നാമം ജപിക്കുവാൻ. നാമം ജപിച്ച് കഴിയുമ്പോൾ അടുത്ത വീട്ടിലെ ആയിഷാത്ത
നിസ്കരിക്കാൻ വേണ്ടി ഒളിവെടുത്ത നിസ്കാരപ്പായയിലേക്ക് പോകുമ്പോൾ അമ്മൂമ്മ പറയും, ബഹളം ഉണ്ടാക്കരുത്, ആയിഷാത്ത നിസ്കരിക്കുന്ന സമയമാണ്. ആരാ പറയുന്നത്? സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന അമ്മൂമ്മ. അന്നമ്മ ചേർത്തി കുരിശിക്കാൻ പോകും. കരുണാമയനെ കാവൽ വിളക്കി കനിവിന്നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ഇല്ലേ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന അമ്മൂമ്മയാണ്. അത് കണ്ടു വളർന്ന നാടാണ് നമ്മൾ. പരസ്പര ബഹുമാനം, മറ്റുള്ളവരുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ, കോൺഗ്രസിന്റെ കുടുംബം എന്നുള്ള രീതിയിൽ നമ്മുടെ കടമയാണ്. ആ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിച്ച വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അനുജനും അമ്മാവനും ഒക്കെ ശബരിമലയ്ക്ക് മണ്ഡലമാസത്തിൽ വൃശ്ചികം, ധനു, മകരമാസങ്ങളിൽ നോൽപെടുത്ത് കറുപ്പെടുത്ത് മാലയിട്ട് ശബരിമലയിലേക്ക് പോകുന്ന വീടാണ് എന്റെ വീട്. മാലയിട്ട് കഴിഞ്ഞ് പോകുമ്പോൾ അമ്പലത്തിൽ വെച്ച് കെട്ട് നിറയ്ക്കുമ്പോൾ ഇരുമുടി കെട്ടിനകത്തേക്ക് അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം നടത്തുവാൻ നെയ്ത്തേങ്ങ നിറച്ചു കൊടുത്ത് കുട്ടിക്കാലമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അഭിഷേകം ചെയ്യുവാൻ നെയ്ത്തേങ്ങ നിറച്ചു കൊടുക്കുന്നതോടൊപ്പം കുഞ്ഞുനാളിൽ 50 പൈസയും 25 പൈസയും 1 രൂപയുടെയും നാണയങ്ങൾ ഒരു ടിന്നിനകത്ത് എടുത്തു വയ്ക്കും. ശബരിമലയിലേക്ക് പോകുമ്പോൾ കൊടുത്തയക്കാൻ കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിക്കുവാൻ. പൊന്നു കൊടുക്കാൻ പറ്റുന്ന വലിയ വ്യവസായികൾ പൊന്നു സമർപ്പിക്കും തിരുസന്നിധിയിലേക്ക്. കർണാടകയിൽ നിന്നും, നിങ്ങളുടെയൊക്കെ അതിർത്തിയായ കർണാടകയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുമ്പോൾ അവരെ കൊണ്ടാകുന്നത് ആ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും ഇഷ്ടമനുസരിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സന്നിധാനത്തേക്ക് ആ കാനനവാസൻ, പമ്പാവാസൻ, ഹരിഹരസുതൻ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച പൊന്ന് കട്ടെടുത്തവരാണ് ഇന്ന് അധികാരത്തിലിരുന്ന് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നതും ദേവസ്വത്തിന് നേതൃത്വം കൊടുക്കുന്നതും. പൊറുക്കാൻ പറ്റില്ല ഒരു വിശ്വാസിക്ക്, അത് പൊറുക്കാൻ പറ്റുന്നതല്ല. അയ്യപ്പ സ്വാമിക്ക് അഭിഷേകം ചെയ്ത് അല്പം ഒരു നെയ്യുമായി അനുജൻ വീട്ടിൽ വന്നാൽ അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരാത്മസംതൃപ്തിയുണ്ട്. അത് അനുഭവിച്ചവരാണ് വിശ്വാസികൾ. എല്ലാ വിശ്വാസികളും ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വിശ്വാസികളുടെ വിശ്വാസത്തിനെ മുറുകെ പിടിച്ച് ആ സമയങ്ങളിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ എല്ലാ മതവിശ്വാസികളും ചെയ്തു കൊടുക്കുന്ന നാടാണ് നമ്മുടെ നാട്. വിശ്വാസികളല്ലാത്തവർ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത് ദേവസ്വത്തിന്റെ അധികാരത്തിലിരുന്നുകൊണ്ട് അർദ്ധരാത്രിയ പണമടിച്ചു മാറ്റിയവർക്ക് മുൻപൊരു ചരിത്രമുണ്ട്. ആചാരം ലംഘിക്കുന്നതിന് വേണ്ടി യുവതികളെ അർദ്ധരാത്രിയിൽ പോലീസിന്റെ കൂട്ടുപിടിച്ച് ആ തിരുനടയിലേക്ക് 18-ാം പടിയുടെ പുണ്യഭൂമിയിലേക്ക് അകമ്പടി സേവിച്ച് യുവതികളെ കയറ്റുന്നതിന് നേതൃത്വം കൊടുത്ത സർക്കാരാണ് ഈ സർക്കാർ. മാപ്പ് കൊടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് കിടക്കുന്ന ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ പൊന്ന്, ആ കട്ടിളപ്പാളിയിൽ പൊതിഞ്ഞ സ്വർണം, ആ വാതിലിൽ പൊതിഞ്ഞ സ്വർണം അഴിച്ചെടുത്തു കൊണ്ടുപോകാൻ ഇവർക്ക് ധൈര്യമുണ്ടായത് അവിശ്വാസിയായതുകൊണ്ടാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത്. പൊറുക്കില്ല, കേരളം പൊറുക്കില്ല, വിശ്വാസികൾ പൊറുക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. പോറ്റി ഏത് പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി. ചേട്ടന്റെ പേരെന്താ? വേണുചേട്ടനോട് വീട്ടിലെ മക്കളെയോ കൊച്ചുമക്കളെയോ പേര് ചോദിച്ചാൽ പറയാനൊന്നും ആലോചിക്കും. പക്ഷെ ഇതിന് ഒരു സംശയമില്ല പേര്. അപ്പൊ ഞാനും വേണുവേട്ടനും ഒക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊച്ചി
ശബരിമലയിൽ അഭിഷേകങ്ങളുണ്ട്, നെയ്യഭിഷേകം, പാലഭിഷേകം. ഇവിടെ സ്വാമിമാരൊക്കെ ഇരിപ്പുണ്ടാവും അല്ലേ? അയ്യപ്പമലയ്ക്ക് പോകാൻ ഉണ്ടാവും, നോൻപെടുത്തലുണ്ടാവും. പോറ്റിക്ക് ഏറ്റവും ഇഷ്ടം രാവിലത്തെ പൂജയല്ല, ഉച്ചപൂജയല്ല, നിർമ്മാല്യമല്ല, ദീപാരാധനയല്ല, അത്താഴപൂജ. പോറ്റിക്കും കൂട്ടർക്കും ഭയങ്കര ഇഷ്ടം. അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കും. അയ്യപ്പൻ പള്ളിയുറക്കത്തിന് നടയടയ്ക്കും. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർത്തനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഹരിവരാസനം കേട്ടുകഴിഞ്ഞാൽ പോറ്റിക്ക് ഉൾപ്പുളകമാണ്. പോറ്റിക്കെതിരെ അയ്യപ്പൻ നടയടക്കില്ലേ? അയ്യപ്പൻ ഉറങ്ങാൻ പോകുകയാണ്. ഐതിഹ്യം പറയുന്നത് അയ്യപ്പൻ യോഗനിദ്രയിലേക്ക് പോകുന്നു എന്നതാണ്. പോറ്റിയും ഈ കക്കാൻ വേണ്ടി, മോഷിക്കാൻ വേണ്ടി സ്വർണം കക്കാൻ പോയ MLA ആയിരുന്ന ആളും ദേവസ്വം വകുപ്പും എല്ലാവരും കരുതി ഉറങ്ങുകയാണല്ലോ. പോറ്റി പറഞ്ഞു ഉറങ്ങുകയാണ്. പക്ഷേ 2019 മോഷ്ടിച്ചത് അയ്യപ്പൻ കണ്ടു. 2020, 2021, 2022, 2023, 2024, 2025 മോഷ്ടിച്ചത് അയ്യപ്പൻ കാണുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് വരും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ റിപ്പോർട്ടിനകത്ത് നമ്മൾ അറിയുന്നത് ഈ അടുത്ത് 3-4 മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ റിപ്പോർട്ടെത്തി. പറഞ്ഞു, സഖാക്കളാണ് ഇത് മോഷ്ടിച്ചത്, ഇതിന് നേതൃത്വം കൊടുത്തത് പോറ്റി ഉൾപ്പെടെ ഒരു വലിയ ശൃംഖലയാണ്. പത്മകുമാർ, വാസവൻ, വാസു. ഇന്നലെ കുടുംബയോഗത്തിന് പോയപ്പോ ഒരു ചേട്ടൻ പരിചയപ്പെടാൻ വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, സംസാരിച്ചത് കഴിഞ്ഞ ചേട്ടാ പേരെന്താന്ന് ചോദിച്ചു. ചേട്ടൻ പേര് പറയുക. പിന്നെയും ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ പേര്? ചേട്ടൻ സ്ഥലമൊക്കെ പറഞ്ഞു, മയ്യിലാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചേട്ടന്റെ പേരെന്താ? ചേട്ടൻ എല്ലാം ആരും കേൾക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് എന്നോട് സ്വകാര്യം, വാസു. പേര് പോലും പറയാൻ നാണക്കേടാകുമോ എന്ന്. വാസുവിനും എല്ലാവരും മോഷ്ടിച്ചു എന്നുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ട്. നാളെ ഇത് പുറത്തു വരാൻ പോകുന്നു. കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ കാര്യത്തിൽ എല്ലാ വിശ്വാസികളും ഒറ്റക്കെട്ടാണ്. അത് അടിച്ചു മാറ്റിയത് സഖാക്കളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി നാളും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും ഒരു പദ്ധതി വേണം. ആലോചിച്ചു, തലപ്പുകഞ്ഞ് ആലോചിച്ചു. ബുദ്ധിജീവിയായ ഒരു സഖാവ് വന്നിട്ട് പറഞ്ഞു, ഒരു പണിയുണ്ട്. അപ്പൊ എന്താ? എല്ലാവരും നമുക്കൊരു കാര്യം ചെയ്യാം. വിശ്വാസികളെല്ലാം ഇത് അറിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഒരേ ഒരു വഴിയുള്ളൂ. നമുക്കും എളുപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വിശ്വാസികളായി മാറാം. അങ്ങനെ പമ്പാ നദിയുടെ തീരത്ത് ഒരു സംഗമം അങ്ങോട്ട് നടത്തി. എന്ത് സംഗമം? എന്തോ എനിക്ക് 60 വയസ്സായില്ല, അതുകൊണ്ട് എനിക്ക് കേൾക്കാനാണ് നമ്മൾ പറയുന്നത്. എന്താണ് ചേട്ടാ? മമ്മൂട്ടിയേക്കാൾ സുന്ദരനായ മഞ്ഞ സംഘത്തിരിക്കുന്ന ചേട്ടാ പറയാം. അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു. അയ്യപ്പ സംഗമത്തിലേക്ക് ആളുകൾ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു. കുറെ കസേര ഒഴിഞ്ഞു. പിന്നെ അത് കസേര ഒഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോ ഉണ്ടാക്കിയതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താന്ന് അറിയാത്ത ഒരു പ്രധാനപ്പെട്ട ആളുകൾ അത് ഉണ്ടാക്കിയതൊക്കെ വേറെ അതൊക്കെ ഉണ്ട്. അങ്ങനെ അയ്യപ്പ സംഗമത്തിലേക്ക് വന്നു. ഏറ്റവും ആദ്യം തന്നെ ക്ലാസ്സൊക്കെ സംഘടിപ്പിച്ചു. പാർട്ടി ശരണം വിളിക്കാനൊക്കെ പഠിപ്പിച്ചു. ആ പാർട്ടി ക്ലാസ്സിൽ പോകാൻ സമയം കിട്ടാത്ത ഒരാൾ വന്നിട്ട് ആദ്യം തന്നെ പേപ്പർ എടുത്തു വായിച്ചു. ബാക്കി എല്ലാവരും സന്ദേശം സിനിമയിലെ പോലെ പാർട്ടി ക്ലാസ്സിൽ പോയി ശരണം വിളിക്കാനൊക്കെ പഠിച്ചു വന്നു. പേപ്പർ കൊണ്ടു കൊടുത്തപ്പോൾ പ്രധാനപ്പെട്ട ഒരാള് വായിക്കാൻ നോക്കി. കല്ലും മുള്ളും കാലിൽ കുത്തി. പുള്ളി പെട്ടെന്ന് ആരാണെന്നൊക്കെ മനസ്സിലായില്ല അല്ലേ? പുള്ളി നോക്കിയപ്പോൾ കല്ലും മുള്ളുമാണ് കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ കാലാണ് കാണുന്നത്. അപ്പൊ കരുതി കല്ലും മുള്ളും കാലിൽ കുത്തു തന്നെയായിരിക്കും. പുള്ളി വായിച്ചു.
വായിച്ചു, കല്ലും മുള്ളും കാലിൽ കുത്തി. എന്താ സംഭവം? ശരണം വിളിക്കുന്നവർ മാസങ്ങളോളം കഠിനവ്രതമെടുത്ത് നഗ്നപാതരായി നടക്കുന്ന അയ്യപ്പ ഭക്തന്മാർ, സ്വാമിമാർ ജീവിതത്തിലെ ദിനചര്യകളിൽ മാറ്റം വന്ന്, ഭക്ഷണ രീതികളിൽ, ക്രമങ്ങളിൽ മാറ്റം വന്ന്, ആത്മീയത മനസ്സും ശരീരവും ഒരുമിച്ച് സംഗമിക്കുമ്പോൾ കരിമല വഴി 60 കിലോമീറ്ററുകളോളം കാനന പാതയിലൂടെ നടന്നു പോകുമ്പോൾ കല്ലുകളും മുള്ളുകളും കാലിൽ തറയ്ക്കുമ്പോൾ അത് മെത്ത പോലെയാകും എന്നുള്ളതാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, കാല് കണ്ടപ്പോ കുത്തുക, പോട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാണപ്പെട്ടു, ഇവരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞു, കപടവിശ്വാസികളായി മാറാനുള്ള ശ്രമം കഴിഞ്ഞു. അയ്യപ്പന് പോലും തോന്നി, സ്വാമിക്ക് പോലും തോന്നി, 5-6 കൊല്ലമായി ഇവർ അടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഇവന്മാർ ഇനിയും ഇത് ജനങ്ങൾ അറിയാതെ ഇരുന്നാൽ തങ്ക വിഗ്രഹം തന്നെ ഉരുക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. അയ്യപ്പൻ തന്നെ ഇറങ്ങി എന്നുള്ളതാണ് അയ്യപ്പ ഭക്തരായിരിക്കുന്ന ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ആ വിശ്വാസികളോട് സമർപ്പിച്ച കാണിക്കയിൽ കാണിപ്പൊന്നിന്റെ മേലെ കൈവച്ചവർക്ക് മാപ്പ് കൊടുക്കുവാൻ കേരളം തയ്യാറല്ല, വിശ്വാസികൾ തയ്യാറല്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ പോളിംഗ് ബൂത്തിൽ കാലത്ത് വന്ന് വോട്ട് ചെയ്യുന്നവർ വിശ്വാസികളായിരിക്കും. അത് നിങ്ങൾ വീട് കയറി, സ്കൂൾ കയറി അമ്മമാരെ കണ്ട് പറയണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇനി 2 പരിപാടി കൂടി. നമ്മുടെ മണിച്ചേട്ടൻ, ഏത് മണിച്ചേട്ടൻ? ചാലക്കുടി മയിലുള്ള മണിച്ചേട്ടനല്ല, നമ്മുടെ ഓട്ടോ ഓടിക്കുന്ന, സിനിമയിലൊക്കെ അഭിനയിച്ച് അനശ്വര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച മണിച്ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. ഏതാണെന്നറിയാം? എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്ന ചേട്ടനോട് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുണ്ട്? പാവട്ടോ ചേട്ടൻ ആ പാട്ടൊന്നും കേട്ടിട്ടില്ല. ഏതാണ്? ആർക്കറിയാം? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനത്തോപ്പുള്ള മീരാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി ചെമ്മീന് പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള വെള്ളക്കണ മീനാനേ. അതല്ല, ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ മണിച്ചേട്ടൻ പറയുന്ന ഒരു പാട്ടുണ്ട്. ചേട്ടൻ അറിയോ? അവിടെ ഓട്ടോ ചേട്ടനുണ്ട്, ഇവിടെയുണ്ട് ചേട്ടൻ, കാക്കിയിട്ട ചേട്ടൻ. ഏതാണെന്നറിയാമോ? കുച്ചാണ്ടി. ആരാ പറഞ്ഞത്? മൈക്ക് സെറ്റിന്റെ ആള്. നല്ല മൈക്കാട്ടോ. മറ്റേ മൂപ്പര് പിടിച്ചു പൊളിച്ചായി ഞാൻ മൈക്കൊന്നും പൊളിക്കില്ല. അതല്ലേ നമ്മള് കുഴപ്പമില്ല, ആ മൈക്കാണോ ഇത്? അതാണ് ഇത് നിർത്താൻ തോന്നാത്ത. ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം. എന്തായാലും സംഘാടകരെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല സൗണ്ട് സിസ്റ്റം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് കുച്ചാണ്ടി ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ എവിടെ സുന്ദരനാണല്ലോ. ആരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഒട്ടി നടന്ന വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോ വണ്ടി. അതല്ല, പ്രശ്നങ്ങൾ ഉത്തരം കറക്കി പറഞ്ഞില്ലേ? പൊന്നു യേശുദാസാണെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. ചേട്ടാ,
വീടുകളിലേക്കും അമ്മമാർക്കരികിലേക്കും കൈപിടിച്ചു ചെന്ന് നിങ്ങൾ ചോദിക്കുന്ന വോട്ട് അത് പാർട്ടിക്കും മുന്നണിക്കും ഒരു കരുത്തായി ഉജ്ജ്വല വിജയത്തിൽ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പൂർവാധികം കരുത്തോടുകൂടി പിടിച്ചെടുക്കുവാൻ ആ വാർഡുകളിൽ മുഴുവൻ വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ കൊടി പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അന്ന് അവിടെ പറഞ്ഞപോലെ ഇങ്ങനെ ഒരു കടലയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പ്രവർത്തകൻ ഒരു ഓട്ടോച്ചേട്ടൻ ഒരു കത്ത് കൊടുത്തു. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇവിടെ കുറെ സഖാക്കളൊക്കെ ഉണ്ട്, പോണോത്തൊക്കെ നിങ്ങൾ നാടകഗാനം കൂടി പാടണം. കാരണം പണ്ട് കടകളെ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി പട്ടികജാതി പട്ടികവർഗ ഊരുകളിൽ തെരുവ് നാടകങ്ങളും ഒക്കെ കളിച്ചിട്ടാണ് പോയത്. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഇവിടെ കാത്തു നിൽപ്പുണ്ടാകും. അവരുടെ പാർട്ടിയെങ്കിലും ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുവാൻ, ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ തുരത്തി ഓടിക്കുവാൻ ശബരിമലയിലെ പൊന്നു മാത്രമല്ല, കുത്തുപറമ്പിൽ മത്സ്യം മുറിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ കഴുത്തിലെ പൊന്നുപോലും അടിച്ചു മാറ്റുവാനുള്ള മനസ്സുമായി മാറിയ സഖാക്കളെ ഒന്ന് മാറ്റിയെടുക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം വോട്ട് ചെയ്യുവാൻ കാത്തിരിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും. അതുകൊണ്ട് നമുക്ക് പഴയ നാടകമായാലോ? നിങ്ങൾ കുഴപ്പമുണ്ടോ? നിങ്ങൾ സന്തോഷമല്ലേ ഉള്ളൂ? എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, നിങ്ങളുടെ പ്രിയങ്കരനായ MLA ഞങ്ങളുടെയും നമ്മുടെയും ഒക്കെ പ്രിയപ്പെട്ട നേതാവ് KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ UDFന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഊർജ്ജസ്വലമായി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തേരോട്ടം നടക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്പനേരത്തേക്ക് നിങ്ങളുടെ മനസ്സുകളിൽ ഇടം നൽകി നിങ്ങളുടെ കാതുകളെ എനിക്ക് സമ്മാനിച്ചതിന് ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. SIR ശ്രദ്ധിക്കണം. വീടുകളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് വെട്ടി മാറ്റുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് പട്ടിക പുനർസജ്ജീകരിക്കുന്നതിന് വേണ്ടി വന്നതിൽ ആ പട്ടികയിൽ വോട്ടുണ്ടോ എന്നും ഫോമുകൾ കിട്ടിയോ എന്നും പൂരിപ്പിച്ചു കൊടുത്തോ എന്നും പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ BLO ഒപ്പിട്ടിരിക്കുന്ന ആ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. BLO ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുന്ന ചില BLOമാരെങ്കിലും ഉണ്ട്. എല്ലാ BLOമാരുമില്ല, ചില BLOമാരെങ്കിലും അത് അപ്ലോഡ് ചെയ്യാതിരിക്കുമ്പോൾ നീതിന്യായ പീഠത്തിന്റെ മുൻപിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ആ കോപ്പി കൂടി കൈകളിൽ വാങ്ങി വെക്കണം. ആ 2002 വോട്ടുണ്ടായിരുന്നവർ ഉണ്ടാകാം, വോട്ടില്ലാത്തവരുണ്ടാകാം. കൃത്യമായ രീതിയിൽ ആ ഫോമുകൾ എല്ലാ വീടുകളിലും എത്തിയോ എന്നും അത് പൂരിപ്പിച്ച് തിരിച്ചു കൊടുത്തോ എന്ന് പരിശോധിക്കേണ്ട, അന്വേഷിക്കേണ്ട ചുമതല കൂടി ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. ഇനി നമ്മൾ കണ്ടുമുട്ടുക ഗംഭീരമായ വിജയം കരസ്ഥമാക്കി പൂർവാധികം കരുത്തോട് കൂടി ഈ പഞ്ചായത്ത് തിരികെ പിടിച്ച് നമ്മൾ വീണ്ടും ഈ അങ്ങാടികളിൽ കണ്ടുമുട്ടും. കുര്യച്ചൻ ചേട്ടാ, അപ്പോൾ ചേട്ടന്റെ പോക്കറ്റിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. ഇനി നമ്മൾ വിജയാഹ്ലാദം നടത്തി പങ്കെടുക്കുമ്പോൾ ചേട്ടന്റെ പോക്കറ്റിൽ
കയ്യിലെ പൈസ കൊണ്ടൊരു ബിരിയാണി സ്നേഹം അനുഭവിക്കുവാൻ പ്രിയപ്പെട്ട സണ്ണി വക്കീലിന് നിങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന സ്നേഹം, പ്രിയപ്പെട്ട സുധാകരേട്ടന് നിങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന സ്നേഹം, പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP ജനിച്ചു വളർന്ന ഈ ജില്ലയിൽ അവർക്കൊക്കെ നിങ്ങൾ പകർന്നു കൊടുത്ത ആത്മധൈര്യവും പിന്തുണയും ഒക്കെ അനുഭവിക്കുവാൻ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയായി ഈ ജില്ലയിലെ പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് കൂടെ നടക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കൊടുക്കുന്നവരാണ് ഐക്യജനാധിപത്യ മുന്നണിക്കാർ. അത് കയ്യടിയാണെങ്കിലും സ്നേഹമാണെങ്കിലും പുഞ്ചിരിയാണെങ്കിലും വാരിക്കോരി കൊടുക്കുവാൻ സർവശക്തന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് UDF. രണ്ടാം വാർഡ് പാലത്തിൻകടവ് ശ്രീമതി മേരി റെച്ചി. മൂന്നാം നാലാം വാർഡ് വാണിയപ്പാറ ശ്രീ ഷിബോ അഗസ്തി. മമ്മൂട്ടിയേക്കാൾ സുന്ദരനായ ശ്രീ ജോസഫിന്റെ നടത്തിൽ. ആറാം വാർഡ് അങ്ങാടിക്കടവ് ശ്രീമതി ബിന്ദു ഷാജി ഓരത്തെ. ഏഴാം വാർഡ് ഈന്തുകരി ശ്രീമതി നിഷ സോജി കളത്തിൽ. എട്ടാം വാർഡ് എടപ്പുഴ ശ്രീ KC ചാക്കോ മാസ്റ്റർ, ഈ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒമ്പതാം വാർഡ് കൂമന്തോട് മേഴ്സി ടീച്ചർ. പത്താം വാർഡ് കരിക്കോട്ടക്കരി ശ്രീമതി ഷെൽസി ജിമ്മി വാഴാമ്പറത്ത്. 11ാം വാർഡ് വലിയൂർപ്പഗിരി ശ്രീ ഷമീന ടീച്ചർ. 12ാം വാർഡ് കമ്പനിക്കരത്ത് ശ്രീമതി റീന ബോബി ഓടയ്ക്കൽ. 12ാം വാർഡ് മുണ്ടയാമ്പറമ്പ് ശ്രീമതി മിനി വിശ്വനാഥൻ. 14ാം വാർഡ് ആനപ്പന്തി ശ്രീ രാജേഷ്. 15ാം വാർഡ് മുടയരി ശ്രീ അനീഷ് K. പോൾ. 15ാം വാർഡ് മുടയരി ശ്രീ അനീഷ് K. പോൾ. 16ാം വാർഡ് ചരൺ ശ്രീ ബിജു ജോസഫ്. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ചരൺ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ജെയിംസ് മാത്യു. ബ്ലോക്ക് പഞ്ചായത്ത് കരിക്കോട്ടഗിരി ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് മനോജ് കണ്ടെത്തി. അതുപോലെ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പയ്യാവൂർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ബേബി തോലാനി. നമ്മുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും അണിനിരുന്നു. കുറച്ച് പുറത്തേക്കോ എല്ലാവരും